ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. നമുക്ക് ഒരു ഗിഫ്റ്റ് പൊതിയാം. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 6 വയസ്സാണ് എൻ്റെ ഒരു വിശ്വാസം. 6 വയസ്സുള്ള മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിന് കൊടുക്കാനായിട്ട് ഞങ്ങൾ മേടിച്ചാണ് ഈ ഒരു റൈറ്റിംഗ് പാഡ്. ബാറ്ററി കൊണ്ട് ഇത് ചാർജ് ആവുന്ന എല്ലാവർക്കും അറിയായിരിക്കും. ഇത് ഞാൻ സെലക്ട് ചെയ്തതിൻ്റെ റീസൺ, എനിക്ക് ഈ കാറ്, ജീപ്പ് അങ്ങനെയുള്ള ടോയ്സ് ഒക്കെ കൊടുക്കുന്നതിനെക്കാട്ടിലും താല്പര്യം ഇങ്ങനെ എഡ്യൂക്കേഷൻ റിലേറ്റഡോ അല്ലെങ്കിൽ പടം വരയ്ക്കാനായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അല്ലെ ബോള് അങ്ങനത്തെ സാധനമൊക്കെ കൊടുക്കാൻ ഇഷ്ടം. അല്ലാതെ ഈ ജീപ്പ്, ബസ് അതിനോട് ഞാൻ എതിരല്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ സാധനമൊക്കെ എന്തോ ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമില്ല. കുറച്ച് ആക്ടിവിറ്റീസ് വരുന്ന രീതിയിലുള്ള അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാനാണ് താല്പര്യം. അപ്പം ഞാൻ സെലക്ട് ചെയ്തതാണ് ഇത്. ഞാൻ മാത്രമല്ല, ഞാനും ചാനും കൂടെ പോയി സെലക്ട് ചെയ്തതാണ്. ഞാൻ ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ വലിയത് മേടിച്ചിരുന്നു. അത് നമുക്ക് ടു ഡു ലിസ്റ്റ് അങ്ങനെയൊക്കെ എഴുതാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ അതിനെ ചിന്തിച്ച് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഇത് നല്ലൊരു ഓപ്ഷൻ ആണല്ലോ എന്ന് പറഞ്ഞ് ആ വലുത് നോക്കി പോയതാണ്. പക്ഷെ ആ വലുത് അവിടുത്തെ തീർന്ന് പിന്നെ ഉണ്ടായിരുന്ന ഇതായിരുന്നു. അപ്പം ഞങ്ങളിത് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ അടുത്തടുത്തടുത്ത് ബർത്ത്ഡേയും എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ വരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായി. എന്താ ഗിഫ്റ്റ് പേപ്പേഴ്സ്. അപ്പം അത് വെച്ചിട്ടാണ് ഇത്രയും നാൾ ഞാൻ പൊതിഞ്ഞ് തരുന്നത്. ഇതത് ഏകദേശം തീരാറായി. നമുക്കിത് വെച്ച് പൊതിയാം. ഫസ്റ്റ് ഞാൻ ഒരു കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് അതിനെ പൊതിഞ്ഞതിന് ശേഷം പിന്നെ ഗിഫ്റ്റ് പേപ്പർ വെച്ച് പൊതിഞ്ഞു. മോൻ്റെ പേര് സായി എന്നാണ്. അപ്പം ഞാൻ ഹാപ്പി ബർത്ത്ഡേ ടു യു സായി എന്ന് അതിൽ എഴുതുന്നതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പം കുട്ടികൾക്കൊരു സന്തോഷമായിരിക്കും. അത് പൊട്ടിക്കാനുള്ള ആ ഒരു എന്തസിയാസമൊക്കെ അടിപൊളിയായിരിക്കും. എനിക്കെന്തോ അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഇനി നമുക്ക് ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞു. ഇനി നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷന് പോകാം. വായോ, നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് സെലിബ്രേഷൻ നടത്തുന്നത്. സെലിബ്രേഷന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പം പോയ മോനാണ് സായി, അതായത് നമ്മുടെ ബർത്ത്ഡേ ബോയ്. എല്ലാവരും നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇനി നമുക്ക് സെലിബ്രേഷനിലേക്ക് കടക്കാം. അതിനു മുമ്പ് അവിടെ പാട്ടിട്ടിട്ടുണ്ടായി. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളുടെ ഡാൻസാണ് ഇപ്പം കാണുന്നത്. ബർത്ത്ഡേ കേക്ക് ഗിറ്റാറിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചപ്പം സായിക്ക് ഗിറ്റാർ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ആ ഒരു ഷേപ്പിൽ, ആ ഒരു തീമിൽ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കിടുന്നുണ്ട്. അതൊക്കെ നമുക്കിനി കാണാം. ഇതിൻ്റെ ഇടയിൽ എന്നെ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് എന്നെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായി. എനിക്കും സന്തോഷം, അവർക്കും സന്തോഷം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നല്ല ബർത്ത്ഡേ സോങ് പ്ലേ ആവുന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് ഞാനത് കൊടുക്കാത്തത്. സായയുടെ അനിയത്തിയാണ് സായയുടെ അപ്പുറത്ത് നിൽക്കുന്നത്. വീട്ടിൽ അമ്മക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അമ്മക്കുട്ടി സായിക്ക് കേക്ക് കൊടുത്തു. അങ്ങനെ പരസ്പരം എല്ലാവരും 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ പങ്കിട്ടതിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുവാണ് ഇപ്പം. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്തപ്പം ഇച്ചാൻ്റെ കൂടെയുള്ള ഒരു കൊളീഗ് ആ വീഡിയോയിൽ കൈയൊക്കെ കാട്ടി ഇങ്ങനെ സന്തോഷത്തോടെ കാണിക്കുന്നു. എനിക്ക് സന്തോഷം. ഇങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യമുള്ളവരോട് എനിക്കെന്തോ എന്തെന്നില്ലാത്തൊരു സ്നേഹമാണ്. പിന്നെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു. ആ മുകളിലുള്ള ലൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ.
ലൈറ്റിന് എന്താ പേര് പറയുക എനിക്കറിയത്തില്ല. പക്ഷേ ഓവറോൾ ഡെക്കറേഷനും എല്ലാം നല്ല കളറായിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ ഇനി ബാക്കി എല്ലാവർക്കുമായിട്ട് കട്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന കണ്ടോ. അതിൻ്റെ ഇടയിൽ ഗിറ്റാറല്ലേ, എന്നാൽ ഗിറ്റാർ ഒന്ന് വായിക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുവാണ്. ഇനിയും നമ്മുടെ ഒഫീഷ്യൽ ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാണ്. അങ്ങനെ കൊണ്ടുവന്ന എല്ലാവരും സായിക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഈ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാൻ നല്ല എന്തസിയാസമായിരിക്കും അല്ലേ, നമുക്കും അതെ കുഞ്ഞുങ്ങൾക്കും അതെ. സ്നാക്ക് പാർട്ടി ആയിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഭക്ഷണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു. പിന്നെ ചായയുമായിട്ട് സായിയുടെ അമ്മ എല്ലാവർക്കും ചായയും കൊണ്ടു തന്നു. അങ്ങനെ സന്തോഷകരമായ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞു. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു.